ഇനി ഇതിനും പുറമെ ഉള്ളത് സംയുക്ത പരിശോധന നടക്കാത്ത കേന്ദ്രങ്ങളാണ്. അത് വലിയ ഗൗരവപ്പെട്ട പ്രശ്നമാണ്. 30 കൊല്ലത്തിന് ശേഷം 30 കൊല്ലത്തിനിടയിൽ ഇതുവരെ അങ്ങനെ നമുക്ക് പുതിയ JVRO പുതിയ അപേക്ഷയോ കൊടുക്കാൻ അനുവാദം തരുന്നില്ല കേന്ദ്ര ഗവൺമെൻറ്. 2023 ഫെബ്രുവരി 7-ാം തീയതി ഞാനും കേരളത്തിൻ്റെ വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രനും ഞങ്ങളോടൊപ്പം റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും കൂടി പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിലെ വനം വകുപ്പ് മന്ത്രിയുമായി അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്, രണ്ടാമതും തുടരുന്നത്, അദ്ദേഹവുമായി അന്ന് സംസാരിക്കുകയുണ്ടായി. ദീർഘമായിട്ടുള്ള ഞങ്ങളുടെ വാദങ്ങൾ കഴിഞ്ഞ 10-20 വർഷക്കാലമായി കേരളം ഉയർത്തുന്ന വാദങ്ങൾ കേട്ട് അവസാനം പുതിയ ജോയിൻറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള അനുവാദം കേന്ദ്ര ഗവൺമെൻറ് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ജില്ലയിലെ മാത്രമല്ല കേരളത്തിലെ ആകെ വിവരശേഖരണം, ആർക്കാണ് ഇനി സംയുക്ത പരിശോധന നടത്താനുള്ളത് എന്നുള്ളതിൻ്റെ വിവരശേഖരണം നടത്തിയപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ 9355 അപേക്ഷകൾ ആ ഇനത്തിൽ വരികയുണ്ടായി. 9355 അപേക്ഷകൾ. ആ 9355 അപേക്ഷകളിലും ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടപടികളിലേക്ക് നമ്മൾ കടന്നു. അത് തലാപ്പള്ളിയിൽ 1774, തൃശ്ശൂരിൽ 5748, കുന്നംകുളത്ത് 25, മുകുന്ദപുരത്ത് 25, ചാലക്കുടിയിൽ 1783 ഇങ്ങനെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിൽ നമുക്കിപ്പോൾ ജോയിൻറ്റ് വെരിഫിക്കേഷൻ ആരംഭിച്ചിട്ടുള്ളത് 2 താലൂക്കുകളിലാണ്, ഒന്ന് തൃശ്ശൂരിലും മറ്റൊന്ന് ചാലക്കുടിയിലും. ഇതിന് പ്രത്യേക ടീം വേണം. തൃശ്ശൂരിൽ റവന്യൂവിൻ്റെ ടീമിനെയും ഫോറസ്റ്റിൻ്റെ ടീമിനെയും ഇപ്പോൾ SIR ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണെന്നുള്ളത് കൊണ്ട് SIR ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണെന്നുള്ളത് കൊണ്ടുള്ള പ്രയാസം കൂടി കണക്കിലെടുത്ത് 2 ടീമിനെ നമ്മളിപ്പോൾ വെച്ചു. അതിൽ തൃശ്ശൂരിലെ ടീം പീച്ചിയിലാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്, ചാലക്കുടിയിലെ ടീം പരിയാരത്താണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഈ സ്ഥലങ്ങളിൽ ഇപ്പോൾ സംയുക്ത പരിശോധന ആരംഭിച്ചു. സംയുക്ത പരിശോധന പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 980 ഹെക്ടറിന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യം ഉന്നയിച്ചതുപോലെ വീണ്ടും നമുക്ക് ഫോറസ്റ്റ് വകുപ്പ് NOC നൽകുന്ന കേന്ദ്രങ്ങളിൽ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് പരിവേഷ് പോർട്ടലിൽപ്പെടുത്താൻ പറ്റും. സത്യം പറഞ്ഞാൽ കേരളത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ വനഭൂമിയുമായി ബന്ധപ്പെട്ട് ദീർഘമായ 30, 40, 50 വർഷക്കാലമായി ഭൂമി ലഭ്യമാകാതിരിക്കുന്ന പട്ടയപേക്ഷകരുടെ കാര്യത്തിൽ 3 നിലവാരത്തിൽ നമ്മളെടുത്തു. 2011-നും 2016-നും ഇടയിൽ, ആ കാലത്തിൻ്റെ പ്രത്യേകത രാഷ്ട്രീയമായി ഞാൻ പറയേണ്ട കാര്യമില്ല, 2011-നും 2016-നും ഇടയിൽ തൃശ്ശൂർ താലൂക്കിൽ ആകെ വിതരണം ചെയ്ത പട്ടയങ്ങളുടെ മലയോര പട്ടയങ്ങളുടെ എണ്ണം 18ആണ്, 18. അതിൽ 17 എൻ്റെ മണ്ഡലത്തിലാണ്, 1 കിള്ളന്നൂർ വില്ലേജിലാണ്, 18. എന്നാൽ ഈ 5 വർഷക്കാലത്തിനിടയിൽ നമ്മൾ വിതരണം ചെയ്തത് 2623. ഈ വ്യത്യാസം ഗവൺമെൻറ്റുകളും പട്ടയ മിഷനും തമ്മിലുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ 20 വർഷക്കാലമായി അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത 4123 അപേക്ഷകൾ 980 ഹെക്ടർ നമ്മൾ കൊടുക്കുന്നു. വീണ്ടും പുതിയ ജോയിൻറ്റ് വെരിഫിക്കേഷനിലേക്ക് 30 വർഷക്കാലത്തിന് ശേഷം നമ്മൾ കടക്കുന്നു. ഇതോടൊപ്പം തന്നെ വനമേഖലകളിൽ കൂടി മലയോര രംഗത്ത് ഒരു പുതിയ ഉണർവുണ്ടായ ഘട്ടമാണ്. ദീർഘമായൊരു കാലത്തിന് ശേഷം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഭരണകൂടം കൂടി മുൻകൈ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒളകര ആദിവാസി കോളനിയിൽ 44 കുടുംബങ്ങൾക്ക് വനാവകാശ രേഖ അനുസരിച്ച് 44 കുടുംബങ്ങൾക്ക് 1.5 ഏക്കർ ഭൂമി വീതം കൊടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ കടന്നത്. ഇങ്ങനെ മലയോര മേഖലയിൽ ആ പ്രവർത്തനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വനഗ്രാമങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ROR മാത്രം ലഭ്യമായിട്ടുള്ള വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളാക്കാനുള്ള നടപടിക്രമങ്ങൾ ഔപചാരികമായി നമ്മൾ ആരംഭിച്ചു. കേരളത്തിൽ 569 വനഗ്രാമങ്ങളാണ് ഇനി റവന്യൂ ഗ്രാമങ്ങളായി പരിവർത്തനം ചെയ്യാൻ പോകുന്നത്. വനാവകാശ നിയമത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള നിയമ വഴി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്, വേറെ പ്രത്യേകമായ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ടല്ല. വന നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള വകുപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നാം വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളാക്കി മാറ്റാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു. അങ്ങനെ വരുമ്പോൾ ഇനി മുതൽ വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളാക്കി ഔപചാരികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് റവന്യൂ ടാക്സ് അടയ്ക്കാനുള്ള അനുവാദം കൂടി ഇനി ലഭ്യമാകും എന്ന കാര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് വനഭൂമി രംഗത്ത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഗവൺമെൻറ് മുന്നോട്ട് പോയത്. അതിൻ്റെ എല്ലാ ഗുണകരങ്ങളായിട്ടുള്ള വശങ്ങളും നമുക്ക് ലഭ്യമാണ്. തൃശ്ശൂർ ജില്ലയിൽ ഈ നേട്ടം പറയുമ്പോൾ തന്നെ വയനാടും പാലക്കാടും കൊല്ലവും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ
ഇത്തരം അപ്ഗ്രേഡേഷൻ വളരെ വേഗതയിൽ നടക്കുകയാണ്. അരിപ്പയിലെ ഭൂസമരം എന്നേക്കുമായി ഒത്തുതീർന്നു. അവരുടെ പട്ടയം 24-ാം തീയതി പുനലൂരിൽ വെച്ച് ഞാൻ തന്നെ വിതരണം ചെയ്യും. ചെങ്ങറയിൽ ഭൂമി ലഭ്യമായ ആളുകൾക്ക് ലഭ്യമായ ഭൂമി വാസയോഗ്യമല്ല എന്ന പരാതിയെ തുടർന്ന് കണ്ണൂരിലെ 60 ഹെക്ടർ ഭൂമി ഉൾപ്പെടെ കേരളത്തിലെ റവന്യൂ വകുപ്പ് ഭൂമി കണ്ടെത്തി കഴിഞ്ഞു. 20-ാം തീയതി വരെ അങ്ങനെ നേരത്തെ ലഭ്യമായ ഭൂമി വിട്ടൊഴിഞ്ഞ് പുതിയ ഭൂമിയിലേക്ക് പോകണം, വാസയോഗ്യമായ അല്ലാത്തതുകൊണ്ട് എന്നുള്ളവർക്ക് അപേക്ഷ കൊടുക്കാൻ ജില്ലാ കേന്ദ്രങ്ങളിൽ അവസരമൊരുക്കിയിട്ടുണ്ട്. അത് ലഭ്യമായി കഴിഞ്ഞാൽ ചെങ്ങറയിലെ പലയിടങ്ങളിൽ ലഭ്യമായിട്ടുള്ള ഭൂമി വാസയോഗ്യമല്ലെന്ന പരാതി പറഞ്ഞവർക്ക് കൂടി ആ ഭൂമി ലഭ്യമാക്കാനുള്ള അവസരം ഉണ്ടാക്കും. ആദിവാസി മലയോര മേഖലയിൽ താമസിക്കുന്നവരോട് പോസിറ്റീവായ സമീപനമാണ് സർക്കാരിനുള്ളത്.